ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധം, അതായത് നമ്മുടെ ഡിഫൻസ്. അപ്പം ഈ ഫെബ്രുവരി 1 തീയതി കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി എന്തെല്ലാമായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോഡ് കണക്ടിവിറ്റി ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി കേന്ദ്ര സർക്കാർ എന്തൊക്കെയായിരിക്കും ഈ വരാൻ പോകുന്ന ബജറ്റിൽ പ്രതിരോധത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ ഇത് നമ്മുടെ ചില കഴിഞ്ഞ വർഷങ്ങളിലെ എക്സ്പീരിയൻസിൻ്റെ ബേസിലുള്ള ചില അനാലിസിസ് മാത്രം. അപ്പോൾ നമുക്കറിയാം, എപ്പോഴും ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പിന്നെ ചൈന ഒരു സൈഡിൽ, പാകിസ്ഥാൻ മറു സൈഡിൽ, പിന്നെ ബംഗ്ലാദേശും നമുക്ക് അറിയാം എത്രത്തോളം നമ്മളെ സംബന്ധിച്ച് സൗഹൃദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം നൽകുന്ന രാജ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബാക്കി ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത്രയ്ക്ക് നമുക്ക് അവരെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രാജ്യങ്ങളൊന്നും തന്നെയില്ല. എന്നാലും പ്രധാനപ്പെട്ട ഭീഷണി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എവിടാണ്? ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളുടെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കുക എന്നുള്ളത് ഒരു പ്രയോറിറ്റി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട്, അതിന് ചിലവഴിക്കേണ്ട തലങ്ങളുണ്ട് അല്ലെങ്കിൽ മേഖലകളുണ്ട്. ഇപ്പം ആയുധം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മുമ്പേ നമ്മൾ പറഞ്ഞ ഇപ്പം ചൈന ബോർഡറിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, റോഡ് കണക്ടിവിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രയോറിറ്റി ബേസിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു ആശ്വാസകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രതിരോധ മേഖലയിൽ നമ്മുടെ സെൽഫ് റിലയൻസ് എന്നുവെച്ചാൽ സ്വയം പര്യാപ്തത, നമ്മളതിൽ വളരെ നല്ല കാൽവയ്പ്പുകൾ നടത്തി മുന്നോട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്ത് പോകുവാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും നമ്മളുടെ ആയുധങ്ങളുടെ ആവശ്യം കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് നമ്മളത് പരിഹരിക്കുന്നത്. ഡൊമസ്റ്റിക് പ്രൊഡക്ഷന് മാനുഫാക്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. R&D, ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ R&D, അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ദാറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. അത് പോരാതെ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം സംഘർഷഭരിതമായിട്ടുള്ള അയൽവക്കം, നെയ്ബർഹുഡ്, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള ഭീഷണികൾ, അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനമാക്കി ഇനിയും നമ്മൾ വരാൻ പോകുന്ന ഈ ബജറ്റിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയുന്നത്. സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും, കാരണം സ്വയം പര്യാപ്തത നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റു രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരത്തില്ല. നമ്മളുടെ ഡിഫൻസ് റിക്വയർമെൻറ്റ്സിന് വേണ്ടി, പ്രത്യേകിച്ച് വെപ്പൺസ്, എക്യുപ്മെൻറ്റ്സ്, അല്ലേ, ആംസ്, ആയുധങ്ങൾക്ക് വേണ്ടി നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മേഖലയിൽ
ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് ഏറ്റവും നമ്മുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണി അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം നമുക്കൊരു ക്രൈസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈം വരുമ്പോൾ, ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ വരുമ്പോൾ, ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ അവർ തരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ലഭിക്കത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. അപ്പം നമ്മളെപ്പോലുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും വളരെ അധികം വേഗതയിൽ സ്വയം പര്യാപ്തത, സെൽഫ് റിലയൻസ്, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിലും, ഇൻഡിജിനൈസേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ, ആഭ്യന്തരമായി നമ്മളുടെ ശക്തി, കഴിവ്, കപ്പാസിറ്റിയെ വികസിപ്പിച്ചെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള ആർമി, നേവി, എയർഫോഴ്സ്, പിന്നെ കോസ്റ്റ് ഗാർഡ്, ഇതുപോലുള്ള BSF ഒക്കെ ഉണ്ടല്ലോ, CRPF, അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെപ്പൺസ്, എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ മറ്റ് മിലിറ്ററി, പിന്നെ എന്താണ് പറയുന്നത്, പ്രൊക്യൂർമെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് ആഭ്യന്തരമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന, ഇപ്പം ഏറ്റവും വലിയ വെപ്പൺ ഏതാണ്? ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്, ഫൈറ്റർ ജെറ്റ്സ് ആണ്, പിന്നെ മിസൈൽസ് അല്ലേ, അതുപോലുള്ള കാര്യങ്ങൾ, ബോംബ്സ്, മിസൈൽസ്, ഗൺസ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ഉൽപ്പാദിപ്പിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ വെല്ലുവിളി നമുക്ക് ഒഴിവാക്കാം. രണ്ട്, നമ്മുടെ ഫോറിൻ കറൻസി റിസർവിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ GDP-യുടെ 1.9 മുതൽ 2% വരെ ആയിരിക്കാം പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ വിലയിരുത്തൽ എന്നുള്ളത്. മുന്നേ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു അളവ് കുറവല്ല എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന പുതിയ ലോകത്തിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നമുക്ക് നേരിടണമെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് 1.9 മുതൽ 2% വരെയുള്ള GDP-യുടെ ഈ ഒരു പെർസെൻറ്റേജ് ഡിഫൻസിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പര്യാപ്തമല്ല, അല്ലെങ്കിൽ ഇത് പോരാ എന്നുള്ളൊരു വാദം നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം നമ്മൾ ഈ ചെലവഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സഫീഷ്യൻ്റ് അല്ല എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും നമ്മളെപ്പോലുള്ള രാജ്യത്തിന് ഒത്തിരി പരിമിതികളുണ്ട് ഇപ്പോഴും. കാരണം നമ്മൾ ഒരു വികസിത രാജ്യമല്ല, ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു നേഷനല്ല, നമ്മൾ ഡെവലപ്പിംഗ് നേഷനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ മറ്റ് പല മേഖലകളെ നമുക്ക് തഴഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ മേഖലകളും ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഡിഫൻസ്, പ്രതിരോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ തുക ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചിലവഴിക്കുന്നു ഗവൺമെൻറ്. അപ്പോൾ അടുത്ത 4 വർഷത്തിനുള്ളിൽ 2.5%-ത്തിലേക്കെങ്കിലും പ്രതിരോധത്തിനുള്ള അലോക്കേഷൻ അല്ലെങ്കിൽ വിഹിതം ഉയർത്തണം അല്ലെങ്കിൽ എത്തിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന ഭീഷണികളുടെ വർധനവ്, പാകിസ്ഥാൻ്റെ ഭാഗത്തായാലും ചൈനയുടെ ഭാഗത്തായാലും, അതെന്തുവരെ നമ്മൾ ഈ വരുന്ന സമീപ ഭാവിയിലൊന്നും അത് കുറയാനോ അല്ലെങ്കിൽ ഇല്ലാതാകാനോ പോകുന്നില്ല. ഈ 2 രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ ഇപ്പോൾ അവർ കൈകോർത്തിരിക്കുന്ന 2 സുഹൃത്ത് രാജ്യങ്ങളാണ്. കാരണം ഇന്ത്യയാണ് അവരുടെ പ്രധാന ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിഫൻസിന് വേണ്ടി ഉള്ള അലോക്കേഷൻ അല്ലെങ്കിൽ വിഹിതം കൂട്ടുക എന്നുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പോംവഴി മാത്രമേ ഇന്ത്യക്ക് മുന്നിലുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം അതിന് കേന്ദ്ര ഭരണ സംവിധാനങ്ങൾ കമ്മിറ്റഡ് ആകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടറിയാം. 2007 GDP-യുടെ 2.34% നമ്മൾ ചെലവഴിച്ചിരുന്നു പ്രതിരോധത്തിന് വേണ്ടി. അത് UPA സർക്കാരായിരുന്ന ആ സമയത്ത്. അവരുടെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ച 2013 അത് 2.47% ഉയരുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് മോഡി ഗവൺമെൻറ് വരികയും
അവർ ഈ പറഞ്ഞ ബജറ്റിനകത്തിലെ ഒരു 0.03% ശതമാനം വിഹിതം കൂട്ടി. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം നമുക്കറിയാം രാജ്യത്തുണ്ടായിട്ടുള്ള ക്രൈസിസിന്റെ ഫലമായിട്ട് നമുക്ക് പല മേഖലകളിലുള്ള വിഹിതവും വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതുപോലെ പ്രതിരോധത്തിന്റെ കാര്യത്തിലും നമുക്ക് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അനുവദിക്കപ്പെടുന്ന തുക ഉയരുന്നുണ്ടെന്ന് രാജ്യത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. 2024-25 സാമ്പത്തിക വർഷം 6.22 ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിരോധത്തിന്റെ ബജറ്റ് എന്ന് പറഞ്ഞത്. 24-25 കഴിഞ്ഞ വർഷം 6.22 ലക്ഷം കോടി രൂപ. അപ്പോൾ അതിനു മുമ്പുള്ള വർഷത്തേക്കാളും 4.79% കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രതിരോധത്തിന്റെ ചെലവിൽ നല്ലൊരു ശതമാനം അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിന് വേണ്ടി, അതായത് റോഡ് കണക്ടിവിറ്റി ഇതുപോലുള്ള കാര്യങ്ങൾ, അതിർത്തിയിലേക്കുള്ള കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ചൈന ഇന്ത്യ ബോർഡറിലൊക്കെ നമുക്കറിയാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ തുകകൾ ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി തുക വർദ്ധിപ്പിക്കുന്നതിൽ മോദി സർക്കാർ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധ ഉള്ള ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്ന വമ്പന്മാരെ, പാകിസ്ഥാൻ ഒട്ടും മോശമായിട്ടുള്ളൊരു രാജ്യമൊന്നുമല്ല. ഒരു ഡിഫൻസ് ടേംസിൽ നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാനെ ഒട്ടും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കത്തില്ല. അവർ ചൈനയുമായിട്ടുള്ള ഇപ്പോഴത്തെ അവരുടെ കൊളാബറേഷനും കോമ്പിനേഷനും ആകുമ്പോൾ അത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ ഇന്ത്യക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു യുദ്ധം 2 ഫ്രണ്ട് വാർ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ രണ്ട് വാർമുഖങ്ങൾ, യുദ്ധമുഖങ്ങൾ തുറക്കപ്പെടാം. അപ്പം അതിലേക്കൊക്കെ ഉള്ള മുൻകരുതലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ പ്രതിരോധത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നവീകരണം, മോഡേണൈസേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ വേഗം കൂട്ടുക എന്നുള്ളൊരു പ്രക്രിയ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് കൂടുതൽ തുക പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. കാരണം ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെ അവരുടെ ഡിഫൻസ്, ചൈന ഓഫ് കോഴ്സ് നമുക്കറിയാം അവരുടെ സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ വളരെ പെട്ടെന്നുള്ള മോഡേണൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ നേവൽ ഫ്ലീറ്റുകളെയൊക്കെ മോഡേണൈസ് ചെയ്യാനും ഒക്കെ തന്നെ അവർ വളരെ ശ്രദ്ധ ചെലുത്തുന്നൊരു രാജ്യമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും നമ്മുടെ പ്രതിരോധ മേഖലയിൽ നവീകരണവും മോഡേണൈസേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് കൂടുതൽ മാറ്റങ്ങൾക്കായിട്ട് ഉള്ളൊരു ദ്രുതഗതിയിലുള്ളൊരു സമീപനം നമുക്ക് അത്യാവശ്യമുണ്ട്. അപ്പം അതിനുവേണ്ടി കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് കൂടുതൽ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സ്വയം പര്യാപ്തതയിൽ നമ്മൾ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം ആയുധ കയറ്റുമതിയിലും നമ്മൾ കാര്യമായിട്ടുള്ള ഉയർച്ചയും അല്ലെങ്കിൽ പുരോഗതിയൊക്കെ കൈവരിക്കുന്നുണ്ട്. അതിൻ്റെ വർധനവ് പല മടങ്ങായിട്ട് ഉയർന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ആയുധങ്ങൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. കാര്യം ശരിയാണ്, നമുക്ക് സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനങ്ങളും അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നുണ്ട് കാര്യമായിട്ട്. അതിൽ വർധന ഉണ്ടാകുന്നുണ്ട്, ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആയുധ ഇറക്കുമതിയിൽ ഇപ്പോഴും ഇന്ത്യ 1-ാം സ്ഥാനത്ത് തന്നെയാണ് ലോകത്തിൽ. അപ്പോൾ അതില്ലാത്തിൽ ഒരു കുറവ് ഉണ്ടാകുവാനുള്ള സാധ്യത സമീപ ഭാവിയിലും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സേനകളുടെ ഏകീകരണത്തിനും സ്വയം പര്യാപ്തതയ്ക്ക് ഉതകുന്ന പ്രോജക്റ്റുകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ
പ്രകടിപ്പിക്കുന്നത്. അപ്പം ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമുക്ക് ഇതിനെ തഴയുവാൻ ഒരു ഗവൺമെന്റിനും സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളുടെ അയൽവാസികളുടെ സ്വഭാവങ്ങളോട് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഡിഫൻസിൻ്റെ, പ്രതിരോധത്തിൻ്റെ അലോക്കേഷൻ, കൂടുതൽ പ്രോജക്റ്റുകൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ 1.9 മുതൽ 2% വരെ ആയിരിക്കാം. അത് അടുത്ത 4-5 വർഷത്തിനുള്ളിൽ 2.5% വരെ ഉയർത്തണം എന്നൊക്കെയുള്ളൊരു വാദഗതിയുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിനകത്ത് നിന്ന് വളരെ മിനിമം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബജറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഡിഫൻസ് സ്പെൻഡിങ്ങിലുള്ള നാഷണൽ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന ടോട്ടൽ ബജറ്റിൽ ഉള്ള ഡിഫൻസിൻ്റെ സ്പെൻഡിങ്ങിന് വേണ്ടിയുള്ള ഷെയർ അത് കുറേ വർഷങ്ങളായിട്ട് കുറയുന്നുണ്ട് എന്നുള്ളൊരു പരാതിയുണ്ട്. 2013 16% റിഡക്ഷൻ ടു 16%. 2025 ആകുമ്പോഴത്തേക്ക് 13%. എന്നുവെച്ചാൽ ടോട്ടൽ ബജറ്റിൻ്റെയാണ് അത്, ടോട്ടൽ നാഷണൽ ബജറ്റിൻ്റെ അതിൽ ഡിഫൻസിന് വേണ്ടിയുള്ള 2013 16% അത് 25 ആകുമ്പോഴത്തേക്ക് 13%. അലോക്കേഷൻ്റെ അളവ് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഗവൺമെന്റിന് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നമാണ്. വിഭവങ്ങൾ സമാഹരിക്കണമെങ്കിൽ നമുക്കറിയാം ടാക്സ് തിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു എഫിഷ്യൻസി, കൂടുതൽ ടാക്സ് പിരിച്ചെടുത്താൽ മാത്രമേ കൂടുതൽ റവന്യൂ ഗവൺമെന്റ് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ പ്രതിരോധ മേഖലയെ പൂർണ്ണമായിട്ടും തഴയുക എന്നുള്ളതല്ല, പക്ഷേ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളിലും അല്പം കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സേനയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പ്രകടമായിരിക്കും. ഇപ്പം ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്ത് നമ്മൾ ആയതുകൊണ്ട് 100% ആഭ്യന്തര ഇൻഡിജനൈസേഷൻ അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ ആഭ്യന്തരമായ പ്രൊക്യൂർമെന്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ, കാരണം മറ്റു രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും പല കാര്യങ്ങൾക്ക് വേണ്ടി. സ്പെയർ പാർട്സിന്, റോ മെറ്റീരിയൽസിന്, അതുപോലുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് മറ്റു പല രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്സ്, സെമി കണ്ടക്ടേഴ്സ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമുക്കറിയാം ഇന്നത്തെ മോഡേൺ വെപ്പണുകളിലെല്ലാം സെമി കണ്ടക്ടേഴ്സും ചിപ്സും ഇല്ലാതെ ഒരു ഇലക്ട്രോണിക് ഇല്ലേ, ഈ പറഞ്ഞ ഇലക്ട്രോണിക് കമ്പോണൻസ് ഇല്ലാതെ ഒന്നും വരത്തില്ല. അപ്പം ഇത് മറ്റു രാജ്യങ്ങളെ നമുക്ക് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ, അതിൻ്റെ സപ്ലൈ ചെയിൻ. കാരണം ഇന്ത്യ അതിൻ്റെ മാനുഫാക്ചറർ അല്ല, പ്രൊഡ്യൂസർ അല്ല. അപ്പോൾ ഇന്ത്യക്ക് ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ തായ്വാൻ ഇതുപോലുള്ള രാജ്യങ്ങളെ ഇല്ലേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ ചിപ്സിൻ്റെ കാര്യത്തിൽ, സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പം ഒരു 100% ഇൻഡൈജനൈസേഷൻ, ആഭ്യന്തരമായിട്ടുള്ള നമ്മളുടെ കഴിവിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു നല്ല പരിധി വരെ നമ്മളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഇല്ലാത്ത തരത്തിലേക്ക് നമുക്കതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നതാണ്. 2025 ഫിനാൻഷ്യൽ ഇയർ 2025 ഡിഫൻസ് ബജറ്റിൽ 1.72 ട്രില്യൺ റുപ്പീസിൻ്റെ അലോക്കേഷൻ, അതായത് $21 ബില്യൺ അലോക്കേഷൻ. അപ്പോൾ അതിനകത്തുള്ള 75% നമ്മുടെ ഡൊമസ്റ്റിക് പർച്ചേസിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ആഭ്യന്തരമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ള അതിനുവേണ്ടിയാണ് ചെലവഴിച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഡിഫൻസ് ബജറ്റിൻ്റെ 75% ഡൊമസ്റ്റിക് പർച്ചേസിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ബാക്കി 25% മാത്രമേ നമ്മളെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇമ്പോർട്ടിനെ നമ്മൾ ആശ്രയിച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊഡക്ഷനും അതുപോലെ തന്നെ എക്സ്പോർട്ടും ഒക്കെ തന്നെ
ശരിക്കും പറഞ്ഞാൽ വളർച്ചയുടെ പാതയിലാണ്. ഫിനാൻഷ്യൽ ഇയർ 2023 ഒരു ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ $12 ബില്യൺ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് എക്സ്പോർട്സും ഏകദേശം $2.5 ബില്യൺ. അത് $12 ബില്യൺ ഡിഫൻസ് പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ $2.5 ബില്യൺ ഡിഫൻസ് എക്സ്പോർട്സ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് 2016 മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 14 മടങ്ങ് വർധനവ് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പറഞ്ഞ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തിൽ പ്രധാനമായിട്ടും പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരുമിച്ച് ഉണ്ട്. കാരണം പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ലാർസൻ ആൻഡ് ടൂബ്രോ, റിലയൻസിൻ്റെ, പിന്നെ അദാനി ഗ്രൂപ്പിൻ്റെ എൻ്റർപ്രൈസുകൾ ഉണ്ടാകും. ടാറ്റ ഗ്രൂപ്പിലുള്ള കോർപ്പറേഷൻസ് ഉണ്ടാകും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചെറുതും വലുതായിട്ടുള്ള പല പ്രൈവറ്റ് മേഖലകളിലുള്ള ഒത്തിരി കമ്പനികൾ ഇതിനകത്തിൽ വളരെ വ്യാപൃതരാണ്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സും നമുക്കറിയാം. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് 60% പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും 40% പബ്ലിക് സെക്ടറിൽ നിന്നുമാണ് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിനകത്തിലൊക്കെ ഈ R&Dക്ക് വേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതിനകത്തിലൊക്കെ സ്ഥിരമായി കോൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ രണ്ട് മേഖലകളും അതിനകത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഫോക്കസും കോൺസെൻട്രേഷനും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിലുള്ള ഇൻക്രീസ്, ഈ R&Dയിലുള്ള ഇൻക്രീസ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് വളരെ അത്യാവശ്യമാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് അതിൻ്റെ ബേസ്. ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിൽ ഉണ്ടാകുന്ന ഇന്നോവേഷൻസ് ആണ് നമ്മുടെ ഈ പറഞ്ഞ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെയും അതുപോലെ എക്സ്പോർട്ട് മാർക്കറ്റിൻ്റെയൊക്കെ ഡ്രൈവിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ അതിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്, കാര്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് റിലയൻസിൽ അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയ്ക്ക് നമ്മൾ വലിയ തടസ്സങ്ങൾ നമുക്ക് നേരിടുന്നുണ്ട്. R&D ഗ്യാപ്സ്, ഡിലേയ്സ്. R&D ഗ്യാപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ദാറ്റ്സ് നോട്ട് സഫീഷ്യൻ്റ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സഫീഷ്യൻ്റ് അല്ല, പര്യാപ്തമല്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പം സ്റ്റോക്ക്ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിപ്പോർട്ട്സാണ് നമുക്കതിൽ ക്രെഡിബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയാണെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിനകത്തിൽ പ്രധാനമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നത്. സിപ്രി എന്ന് കണ്ട അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ ആയിരിക്കും ഒന്നുകിൽ നമ്പർ 1 ആയിട്ടുള്ള ആംസ് ഇമ്പോർട്ടർ, എന്ന് വെച്ചാൽ ആയുധങ്ങൾ കൂടുതൽ വാങ്ങുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എപ്പോഴും ഇന്ത്യ തന്നെ ആയിരിക്കും. രണ്ടാമത് സൗദി അറേബ്യ, അതുപോലുള്ള രാജ്യങ്ങളൊക്കെ വരും. അപ്പം 2014-18 മുതൽ 19-23 വരെ ഇന്ത്യയുടെ ആംസ് ഇമ്പോർട്ട്സ് 4.7% വർദ്ധിച്ചു. അപ്പം R&Dയിലുള്ള പ്രശ്നങ്ങൾ, ചലഞ്ചസ്, വെല്ലുവിളികൾ, അതുപോലെ തന്നെ ഒത്തിരി ഡിലേ ഒക്കെ വരുന്നുണ്ട് നമുക്ക്, എക്സിക്യൂഷനിലുള്ള ഡിലേകളൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പബ്ലിക് സെക്ടർ ഇതുകൊണ്ട് മാറ്റിയെടുക്കേണ്ട വലിയൊരു പ്രശ്നം തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടുമ്പോൾ തന്നെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിജയം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജി, ഫൈറ്റർ ജെറ്റ്സിന്, ഡ്രോൺസിനും ഒക്കെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസിൻ്റെ ഒക്കെ പിന്നെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷനും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കാരണം ഫോർത്ത് ജനറേഷൻ കഴിഞ്ഞ് ഫിഫ്ത്ത് ജനറേഷൻ സിക്സ് ജനറേഷൻ ഒക്കെ ലെവലിലേക്ക് നമ്മൾ ഇതുവരെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടത്തേക്കൊക്കെ ആ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്, വലിയൊരു കടമ്പയാണ്. അപ്പം അതിനെ നമുക്ക് ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള വിഷനും ഫോക്കസും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കമ്മിറ്റ്മെന്റും കൂടുതൽ ഫണ്ട് അലൊക്കേഷനും റിസോഴ്സ് അലൊക്കേഷനും ഒക്കെ ഉണ്ടെങ്കിലേ സാധിക്കത്തില്ല. പിന്നെ ലോകോത്തരമായിട്ടുള്ള ടെക്നോളജിക്കൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ എസ്റ്റാബ്ലിഷ്മെന്റ്, അപ്പം ഇതെല്ലാം ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം ആയിരിക്കണം. അപ്പം അതിൻ്റെയൊക്കെ ഒരു സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരം മാറ്റങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തിനെ നമുക്ക് നയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ R&Dക്ക് വേണ്ടിയുള്ള ഡിഫൻസ് സ്പെൻഡിങ്, ഫണ്ടിങ്, ഇതൊക്കെ വലിയൊരു വിഷയമാണ് നമ്മൾ നേരിടുന്നതല്ല. അപ്പം ഈ ഒത്തിരി വെല്ലുവിളികളും അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോഴും നമ്മളൊരു പിന്നെ വളർച്ച അല്ലെങ്കിൽ എന്താണ് പറയുക, നമുക്കൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു പാതയിലാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞില്ല. കാരണം ഇപ്പം ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും വളർച്ചയും പുരോഗതിയും കൈവരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. 2029 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആനുവൽ ഡിഫൻസ് പ്രൊഡക്ഷൻ ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ഒരു ആനുവൽ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്, $36 ബില്യൺ. അപ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പോർട്ട് 50,000 കോടി രൂപ അല്ലെങ്കിൽ $6 ബില്യൺ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രൊജക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു ഫോക്കാസ്റ്റ് പ്രൊജക്ഷൻ. അപ്പോൾ ഇത് നേടിയെടുക്കണമെങ്കിൽ ഇത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ്. ഇത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് പബ്ലിക് പ്രൈവറ്റ് കൊളാബറേഷൻ വേണം, വളരെ ശക്തമായിട്ടുള്ള, പിന്നെ സസ്റ്റെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ R&D, തുടർച്ചയായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ തുടർച്ചയായിട്ടുള്ള ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്, സപ്ലൈ ചെയിൻ, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമേ, കൂട്ടി ഇണക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു 2029 ആകുമ്പോഴത്തേക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഏകദേശം 4 വർഷം കൂടെ ഉള്ളൂ നമുക്ക്. അപ്പം ഈ പറഞ്ഞ മാറ്റങ്ങളിലേക്ക് നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് ആ പാതയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ റോള്, PPP എന്ന് പറയും. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളും തമ്മിലുള്ള കൈകോർക്കൽ. അപ്പോൾ അതും വളരെ നമ്മുടെ ഡിഫൻസ് ഇൻഡൈജനൈസേഷനെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ വേണ്ടി, ത്വരിതപ്പെടുത്താൻ വേണ്ടി, സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം രണ്ട് മേഖലയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. കാരണം ഒത്തിരി സ്വകാര്യ മേഖലയിലുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സുകളൊക്കെ ഇതിൻ്റെ കമ്പോണൻസും സ്പെയറും പാർട്സും ഒക്കെ നിർമ്മിക്കുന്നുണ്ടായിരിക്കും, വലിയ ഫാക്ടറികൾക്ക് വേണ്ടിയുള്ള. അപ്പം ഒരു കൊളാബറേഷനും അല്ലെങ്കിൽ കോർഡിനേഷനും ഒക്കെ ഈ രണ്ട് മേഖലകൾ തമ്മിലുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു മേഖലയാണ് പ്രതിരോധം. ആ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫണ്ട് അലൊക്കേഷൻ തന്നെയാണ്. ഫണ്ട് അലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബജറ്റിലെ വിഹിതം കൂട്ടുക, കൂടുതൽ പൈസ പ്രതിരോധത്തിന് വേണ്ടി ചിലവഴിക്കുക. അപ്പോൾ കൂടുതൽ പൈസ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കൂടുതൽ വരുമാനം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. റിസോഴ്സ് അവർക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞാലേ സാധിക്കത്തുള്ളൂ. വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞാലേ അവർക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ വിഭവങ്ങൾ സമാഹരിക്കുക എന്നുള്ളത് ടാക്സേഷനെ കൂടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സാധിച്ചെടുക്കുന്നത്. അപ്പോൾ ടാക്സേഷൻ കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ആൾക്കാർ ടാക്സ് കൊടുക്കണം. രണ്ട് തരത്തിലുള്ള ടാക്സ് ഉണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാർ ടാക്സ് കൊടുക്കണം.
പിന്നെ കൂടുതൽ ടാക്സ് കൊടുക്കാൻ യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരിൽ നിന്നും കൂടുതൽ നികുതി പിരിച്ചെടുക്കുക, അങ്ങനെ വിഭവങ്ങൾ സമാഹരിക്കുക. കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉയർന്ന പങ്ക് തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് ഗവൺമെന്റിനെ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ബജറ്റിലെ പ്രതീക്ഷകൾ. അപ്പം ഇത് തീർച്ചയായിട്ടും നമുക്ക് ബജറ്റ് വന്നതിന് ശേഷം മാത്രമേ എത്ര ഉണ്ട്, എങ്ങനെയുണ്ട്, ഏതിനു വേണ്ടിയൊക്കെയാണ് കൂടുതൽ അലോക്കേഷൻ, സ്പെൻഡിങ് എന്നൊക്കെയുള്ള ബജറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ പൊതുവെ രാജ്യത്തിൻ്റെ ഒരു ആവശ്യം ഇതാണ്. അപ്പോൾ ആവശ്യത്തെ കണ്ടറിഞ്ഞ് ഗവൺമെൻറ് അത് തിരസ്കരിക്കാതെ അത് അതിൽ കമ്മിറ്റഡ് ആകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം. അപ്പം ഇത്രയാണ് ഈ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ഉള്ളത്. അതായത് ഇതിൻ്റെ ടൈറ്റിൽ അതിർത്തിക്കപ്പുറത്ത് വെല്ലുവിളികളായിരുന്നു. അത് നമുക്കറിയാം തീർച്ചയായിട്ടും, അത് എപ്പോഴും ഉള്ളതാണ് ഈ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച്. അപ്പോൾ ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായിട്ട് ഇത്തവണ കാത്തു വെച്ചിരിക്കുന്ന എന്തെല്ലാം? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിരോധ മേഖലയ്ക്കായി ചെലവിടുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, അതായത് റോഡ് കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം റോഡ് മാത്രമല്ല, റെയിൽ വേണ്ടത് റെയിൽ റെയിൽവേ ട്രാക്കുകൾ, റോഡുകൾ, ബ്രിഡ്ജസ്. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ പണം ഗവൺമെൻറ് ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.